വിശാൽ, വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാള് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല. ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീയൊന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അയാൾ ആരായിരുന്നു തനിക്കറിയാമായിരുന്നു? അതറിഞ്ഞിട്ടും താനിത് എന്നോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാമായിരുന്നു. എനിക്കറിയായിരുന്നു ചന്ദ്രശേഖര മേനോനാണെന്ന്. എനിക്കറിയാമായിരുന്നു. അമ്മയുടെ വാക്ക് കേട്ട് ശേഖരമേനോനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതായിരുന്നു. അയാളെ ഇവിടെ വെച്ച് തന്നെ ഇന്നലെ തന്നെ തീർക്കണമായിരുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് അവൻ വേഷം മാറി ഇവിടെ തന്നെ വന്ന് താമസിച്ചു. ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചു. എല്ലാം അറിഞ്ഞിട്ടും അയാൾ ശേഖരമേനോനാണെന്ന് അറിഞ്ഞിട്ടും പാർവതി അതുകൂടി മറച്ചു വെച്ചു. പാർവതി എന്തിനത് ചെയ്തു? അവളിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇതിൽ നിന്നും എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? ശേഖരമേനോനൊപ്പം ചേർന്ന് പാർവതിയും എന്നെ ചതിക്കായിരുന്നു എന്നല്ലേ? എന്നെ മാത്രമല്ല, ഈ കുടുംബത്തെ. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാനും നിൽക്കണ്ട. അത് ഇന്നലെ രാത്രി തന്നെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ, നമുക്കിടയിൽ ഇനി യാതൊരു ബന്ധവുമില്ല.